ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി അനുവദിച്ച പണം. പക്ഷേ ആരോ അതിൽ നിന്ന് സാമ്രാജ്യം പണിയുന്നുവെന്ന് സംശയമുയർന്നാൽ നമ്മൾ മിണ്ടാതിരിക്കണം. വയനാട് ഒരു ദുരന്തത്തിൻ്റെ പേര് മാത്രമല്ല, ജീവിതം തകർന്നു പോയ 400-ലധികം കുടുംബങ്ങളുടെ കഥ കൂടിയാണ്. അവർക്കായി 410 വീടുകൾ നിർമ്മിക്കാൻ സർക്കാർ അനുവദിച്ചത് 300 കോടി. ശരി, നമ്മൾ കണക്ക് നോക്കാം. ഒരു വീട് 1000 സ്ക്വയർ ഫീറ്റ്, പ്രീമിയം നിലവാരത്തിൽ ഡിസാസ്റ്റർ റെസിസ്റ്റൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാലും ഒരു വീടിന് പരമാവധി ചെലവ് 25 മുതൽ 28 ലക്ഷം വരെ മാത്രം. 410 വീട്, അതായത് 105 മുതൽ 115 കോടി വരെ മാത്രം. ഇനി സൈറ്റ് ഡെവലപ്മെൻറ്റ്, ഭൂമി നിരപ്പാക്കൽ, പ്ലോട്ട് വിഭജനം, മണ്ണ് സംരക്ഷണം ഏകദേശം 45 കോടി. 11.4 കിലോമീറ്റർ റോഡ്, കേബിളിംഗ്, വാട്ടർ ടാങ്ക്, സ്ട്രീറ്റ് ലൈറ്റുകൾ 30 കോടി. ഹെൽത്ത് സെൻറ്റർ, അംഗൻവാടി, കമ്മ്യൂണിറ്റി സെൻറ്റർ എല്ലാം ചേർന്ന് 15 കോടി. ഇതെല്ലാം കൂടി ചേർന്നാലും 200-210 കോടി രൂപ വരെ മാത്രം. പക്ഷേ സർക്കാർ നൽകുന്നത് 300 കോടി, അതായത് 90 മുതൽ 100 കോടി രൂപ വരെ അധികം. ഭൂമി സർക്കാർ നൽകുന്നത് അത് സൗജന്യമായി ലഭിക്കുന്നു. സാധാരണ കരാറുകളിൽ ലാഭം 10% വരെ ഉള്ളപ്പോൾ ഇവിടെ 30 മുതൽ 40% വരെ അധികം ലാഭം. അപ്പോൾ ചോദ്യം ഒന്ന് മാത്രം, ഈ അധിക പണം ആരുടെ കയ്യിലേക്കാണ് പോകുന്നത്? ഇത് വെറും ഒരു അക്കമല്ല, ഇത് ജനങ്ങൾ ദുരിതബാധിതർക്കായി നൽകിയ പണമാണ്. ഇത് വെറും പ്രോജക്റ്റ് അല്ല, ഇത് ദുരിതബാധിതരുടെ ജീവിതമാണ്. അവിടെ നഷ്ടപ്പെട്ടത് വീടുകളല്ല, സ്വപ്നങ്ങളും സുരക്ഷയും ഭാവിയുമാണ്. അവരുടെ പേരിൽ ആരെങ്കിലും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വികസനമല്ല, അതൊരു തുറന്ന കൊള്ളയാണ്. മിണ്ടാതിരുന്നാൽ ഇനിയും ഇത് ആവർത്തിക്കും. എല്ലാവരും ചേർന്ന് ചോദിച്ചാൽ കുറഞ്ഞത് സത്യമെങ്കിലും പുറത്തു വരും. അതുകൊണ്ട് ചോദിക്കും, 300 കോടി എവിടേക്കാണ് പോകുന്നത്? ഇന്ന് നാം ചോദിക്കാത്ത കണക്കുകൾ നാളെ നമ്മളെ തന്നെ ബാധിക്കും. കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.